നമുക്കിന്ന് ക്രേപ്പ് പേപ്പർ വെച്ചിട്ടൊരു ഫ്ലവർ ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ പീസ് എടുക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3.25 ഇഞ്ച് ലെങ്ത്തിലേക്കും പിന്നെ ഒരു 20 ഇഞ്ച് വിഡ്ത്തിലേക്കുമാണ് എടുക്കാൻ പോണത്. നമുക്ക് അങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഈ ഫ്ലവർ ചെയ്യേണ്ട 2 പീസ് വേണം കേട്ടോ. അതിൻ്റെ ഗ്രൂസ് നോക്കിയിട്ട് വേണം ലെങ്ത് വൈസ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനെ നമുക്ക് പതുക്കെ ഒന്ന് വലിച്ചു വെച്ചിട്ട് ഇത് നല്ലോണം നമുക്കിങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് നമുക്ക് ചെറിയൊരു 1/4 ഇഞ്ച് വിടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളതിനൊന്ന് 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ശരിക്കും അതിൻ്റെ ഒരു പകുതിയായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യും. എന്നിട്ട് നമ്മളതിനെ വീണ്ടും ഒന്ന് 2ആയിട്ടൊന്ന് മടക്കി വെക്കുന്നത്, ആദ്യം മടക്കി വെക്കുന്നത് കറക്റ്റ് ലെവലിൽ വരാനാണ്. അത് കഴിഞ്ഞിട്ട് അതിനെ ഓരോന്നിനും ട്വിസ്റ്റ് ചെയ്ത് മടക്കണം. ട്വിസ്റ്റ് ചെയ്ത് മടക്കിയിട്ട് നമുക്ക് വൈറ്റ് ഗ്ലൂ ഏതാണെങ്കിലും മതി, ഫെവിക്കോളോ ഞാൻ യൂസ് ചെയ്തേക്കണത്. എന്നിട്ട് അതിങ്ങനെ പതുക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാനൊരു 1/2 ഇഞ്ച് വിഡ്ത്തിൽ കട്ട് ചെയ്തതാണ്. നമ്മൾ 1/4 ഇഞ്ച് വിഡ്ത്തിൽ ഒരു പീസ് കട്ട് ചെയ്യുക, പിന്നെ ഒരു 1/2 ഇഞ്ച് വിഡ്ത്തെടുത്തിട്ട് രണ്ടാമതും ഒരു പീസ് കട്ട് ചെയ്യുക. 2 പീസാണ് നമുക്ക് വേണ്ടത്. അതിനിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ പീസിനെയും അതിനൊന്നിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ 2 പീസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിനെ സെറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. 2 പീസ് നല്ലോണം വലിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചെയ്യാനും കൂടി കുറച്ച് എളുപ്പമുണ്ടാവും. എന്നിട്ട് നമ്മളൊരു കമ്പി എടുത്തിട്ട്, ഇപ്പം ഞാനിപ്പോൾ 2 പീസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തിൻ വയർ ആയതുകൊണ്ടാണ് 2 പീസ് എടുത്ത് അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തത്. നമുക്ക് തിക്കായിട്ടുള്ള വയർ കിട്ടുകയാണെങ്കിൽ 1 പീസ് തന്നെ മതിയാവും. ഇപ്പം നമ്മൾ റോൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഹോട്ട് ഗ്ലൂ അവിടെ വെച്ചിട്ടുണ്ട്. കാരണം നമുക്കത് പിടിക്കുമ്പോൾ കയ്യിൽ നിന്ന് അത് വിട്ട് പോവാതിരിക്കാനാണ്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ച് ഹോട്ട് ഗ്ലൂ തന്നെ വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് പതുക്കെ അതിനെ നമുക്ക് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഒന്നും ചെയ്യാനില്ല, ചുമ്മാ റോൾ ചെയ്ത് പോയാൽ മതി. മുകളിൽ ഒരേ ലെവലിൽ വരാൻ ശ്രദ്ധിക്കണം. അത്രയും ചെയ്താൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുത്തേക്കാം. കാരണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ വിട്ടു പോകും എല്ലാം കൂടി. അപ്പോൾ ആദ്യം നമ്മൾ ഒട്ടിച്ചത് 1/4 ഇഞ്ചിൽ കട്ട് ചെയ്ത പീസാണ് ആദ്യം ഒട്ടിക്കുന്നത്, ഉള്ളിലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ നമ്മൾക്ക് നെക്സ്റ്റ് പീസ് ഒട്ടിക്കുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് വിഡ്ത്തിലേക്ക് കട്ട് ചെയ്ത് എടുത്ത പീസ് അതിന് എന്നിട്ട് ഇത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ബാക്കിലായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ മുകളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലേക്ക് നമ്മൾക്ക് അതിനെ ഒട്ടിച്ചു കൊടുക്കാം. ഒരു ശകലം മുകളിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്ന രീതിയിൽ. പിന്നെ അതേ ലെവലിൽ തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യണ അതേ ലെവലിൽ തന്നെ ഫുൾ അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതിനിടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കാം.
ഇത് മുഴുവനായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിന് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീവ്സ് വേണം, കാലിക്സ് ഒക്കെ വേണം. അപ്പോൾ നമുക്ക് ഇനി ലീഫ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിപ്പോൾ ക്രേ പേപ്പർ തന്നെയാണ്. ഇതിനെ നമ്മൾക്ക് ലീഫ് ഞാനിപ്പോൾ ടെംപ്ലേറ്റ് കട്ട് ചെയ്ത് വെച്ചു. അത് കൈ കൊണ്ട് തന്നെ വരച്ചെടുത്തിട്ട് അതിനെ കട്ട് ചെയ്തെടുത്ത്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഫിനിഷിങ്ങിൽ ലീവ്സ് ഒത്തിരി ഉണ്ടാക്കേണ്ടി വരുമ്പോൾ നമുക്കിത് എളുപ്പം. എന്നിട്ട് നമ്മൾ അതിലേക്ക് പീസ് വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കാം. പെൻസിൽ വെച്ച് വരച്ചാൽ മതിയേ. എന്നിട്ട് പെൻസിൽ വെച്ച് വരച്ചിട്ട് വൺ സൈഡ് വരച്ചാൽ മതി. എന്നിട്ട് അതിനെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഒറ്റ പീസായിട്ട് കിട്ടും. വരയ്ക്കാണ്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. പക്ഷെ വരച്ചിട്ടാകുമ്പോൾ നമുക്കെല്ലാം ഒരേ അളവിൽ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്കൊരു തിൻ വയർ എടുത്തിട്ട് അതിൻ്റെ മിഡിലേക്ക് വെച്ച് കൊടുക്കാനാണ്. അപ്പം അത് ഓരോ ലീഫിന് എത്ര ലെങ്ത്ത് വേണ്ടേ അത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്തിലേക്ക് കമ്പി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇതിനും ഫെവിക്കോളാണ് യൂസ് ചെയ്തേക്കണേ. വൈറ്റ് ഗ്ലൂ ഏതായാലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ആ വയറിലേക്ക് തന്നെ ഗ്ലൂ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നമ്മൾക്ക് ലീഫിലേക്ക് പതുക്കെ വെച്ച് കൊടുക്കാം. അതിൻ്റെ മിഡിൽ കറക്റ്റ് മിഡിൽ നോക്കിയിട്ട് വെച്ച് കൊടുക്കണേ. എന്നിട്ട് നമ്മളതിനെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്യും. മിഡിൽ വെച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. നല്ലോണം ആ കമ്പീനെ ചേർത്ത് നമ്മളങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ് രണ്ട് സൈഡിൽ നിന്നും. നന്നായിട്ടങ്ങ് ഒട്ടിക്കുക. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടും. വയറൊന്നും കാണാത്ത രീതിയിൽ ആ പേപ്പർ തന്നെ അതിനെ കവർ ചെയ്യും. പെട്ടെന്ന് അഴിച്ച് നോക്കണ്ട, അതുകൊണ്ടാണ് അവിടെ അടിയിൽ വിട്ടു പോകുന്നത്. നന്നായിട്ട് സ്റ്റിക്കായിട്ട് അതിനെ വിടർത്തിയാൽ മതി. ഇതുപോലെ ലീഫ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഇനിയിപ്പോൾ നമുക്ക് കാലിക്സും കൂടെ റെഡിയാക്കാം. കാലിക്സിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വലിയ അളവൊന്നും എടുക്കണ്ട, ഒരു പീസും കൂടെ എടുക്കുക. എന്നിട്ട് അതിന് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത്, ഇപ്പോൾ ഞാൻ 4 ആക്കിയിട്ട് വീണ്ടും പ്രാവശ്യം കൂടെ ഫോൾഡ് ചെയ്ത് എത്ര എടുക്കണം അതനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ അങ്ങനെ എടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ഫെവിക്കോൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. കാരണം പേപ്പറിലേക്ക് തന്നെയാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ തന്നെ മതി. നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഈ ഫ്ലവറിൻ്റെ അടിഭാഗത്ത് ഒത്തിരി തിക്കായിട്ട് വന്നേക്കണോണ്ട് നമുക്ക് വേറൊരു പീസും കൂടെ അതിൻ്റെ അടിയിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം. അത് വളരെ വലിച്ച് പതുക്കെ ഇങ്ങനെ ഒട്ടിച്ച് അവിടെ നീറ്റാക്കി എടുക്കണേ. ആവശ്യത്തിന് അത്രയും ഏരിയ എടുത്തുമ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അടിഭാഗം നല്ലോണം ചേർത്ത് നന്നായിട്ട് അങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇപ്പം നല്ല ഫിനിഷിങ്ങിലിരുന്നോളൂ. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലോ ടൈപ്പ് എടുത്തിട്ട് കമ്പിയിൽ ചുറ്റണതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ലീഫ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലീഫ് നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കി വയ്ക്കുക. എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടാക്കി വെച്ചിട്ട് ഒരു ഫ്ലവറിന് തന്നെ ഒരു 4-5 ഒക്കെ വയ്ക്കുന്ന ഭംഗിയായിരിക്കും. ഇതുപോലെ ചുറ്റി കൊടുക്കണം. ഓരോന്ന് വെച്ച് ചുറ്റിപ്പോവാം നമുക്ക്. ഇതിൻ്റെ കാലിക്സിനെ ഒന്നിങ്ങനെ പതുക്കെ വളച്ച് കൊടുക്കുക കത്രി വെച്ചിട്ട്. പിന്നെ പെറ്റൽസ് ഒന്ന് വിടർത്തി കൊടുക്കണം. ഇപ്പോൾ ഇതിങ്ങനെയുണ്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറുമാണിത്. നല്ല രസമാണ്. ഒത്തിരി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. കുറച്ചധികം ഉണ്ടാക്കി ഫ്ലവർ വേസിലൊക്കെ വയ്ക്കണേ. ഇപ്പം നല്ല ഭംഗിയില്ല. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.